തുടങ്ങിയാലോ? അനീഷേട്ടാ ചെയർ കണ്ടപ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും ഇരുന്നിട്ട് സുഖിച്ച് എന്തോ ചെയ്യാൻ വേണ്ടിട്ടാണ് കസേര വിലയാണെന്ന് വിചാരിച്ചു. ശരിയാക്കി തരാലോ. കൊറേ ദിവസമായിട്ട് നോക്കി വെച്ചേക്കോ. ഐറ്റം എടുത്തോണ്ട് വരും. ഐറ്റം കൊണ്ടുവരും. ഇന്നലെ വരെ ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു ഗെയിം ഉണ്ടായിട്ടില്ല. പില്ലോ ഫൈറ്റിംഗ്. അതാണോ സ്വാഭിമാനം ഞങ്ങൾ ആരംഭിക്കാൻ പില്ലോ ഫൈറ്റിംഗ്. പക്ഷെ ഈ പില്ലോ ഫൈറ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഇവിടെ വരണം. അപ്പൊ നീ പോയിക്കോടാ. എന്നാ പിന്നെ ഞാനും അനീഷേട്ടും കൂടി പോണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോണ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ഇരിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മൾ ഒരു ലെറ്റർ പറയാം. വേറെ ഓപ്പോസിറ്റ് ടീമിലെ രണ്ടുപേർക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നിട്ട് ബീന ചേച്ചിയും നവീനുമാണ് വരുന്നതെങ്കിൽ ഇപ്പുറത്തും ദീപനും യമുന ചേച്ചിയുടെ വന്ന് നിൽക്കാം. എന്നിട്ട് നിങ്ങൾ ഒരാളായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ അങ്ങോട്ട് പറയാം. അല്ലല്ല, ഞങ്ങൾ പറയും. ഞാനൊരു ലെറ്റർ അങ്ങോട്ട് തരും. ആ ലെറ്ററിന്റെ ബാക്കി നമ്മൾ ആൻസറുകൾ പറയണം. നമ്മൾ കാണിച്ചു തരാം, ഡെമോ കാണിച്ചു തരാം. അതുകൊണ്ട് ഇരിക്കൂ. ശരി, കാണിക്കൂ. അപ്സര കാണിക്കൂ. എന്താ അറിയോ? ഒന്നും പറയണ്ട. നമ്മള് കൊടുക്കാൻ പോകുന്ന അക്ഷരം റെഡിയാണോ? റെഡി. ഒരു പേര് പറയൂ. യാമിനി. യാമിനി. സ്ഥലം? യദുകുലം. കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം? യക്ക. യമുന്റെ മുട്ടാണ്. അങ്ങനെ മനസ്സിലായല്ലോ. ഇനി പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? ഇഷ്ടമുള്ള സ്ഥലം, പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? എന്റെ നാട്ടിലുണ്ട് അങ്ങനത്തെ സ്ഥലം. അത് ഏത് സ്ഥലം? ഇഷ്ടപ്പെട്ട പാട്ട് 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 എനിക്കറിയാം. ശരി, ഓക്കെ. താങ്ക് യു. ഓ, ഇത് വളരെ സ്നേഹത്തോടുള്ള സ്പർശനമായിരിക്കണം. പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഇവന്മാർ എന്നെ തല്ലിയവരെ നിങ്ങൾ തല്ലെടുത്തിട്ട് പാവം കിട്ടും. സ്നേഹം മുഖത്തേക്ക് പറയും ഇവന്മാർ രണ്ടുപേരും കൂടിയിട്ട്. പക്ഷെ നിങ്ങൾ ചെയ്തോട്ടാ. ഓരോ മിസ്റ്റേക്കിനും ഓരോ അടി വെച്ചല്ലേ? നിങ്ങളുടെ മനത്തിന്റെ വിഷ്ണു അത് എടുത്ത് ചോദിച്ചപ്പോഴേ അവന്റെ മനസ്സിൽ ആരോടോ ഒരു ശത്രുതയുണ്ട്. നീ പറയാം. വിഷ്ണു പറയും. വിഷ്ണു ഏത് ടീമിൽ ആരെയാ വേണ്ടേ ഓപ്പോസിറ്റ് മത്സരിക്കാൻ? എനിക്ക് അടിക്കാനൊരാളെ വേണം. അവന്റെ ശത്രു ഞാനാണല്ലോ. മത്സരിക്കാൻ ഏത് ടീമിലാ പറയും? ഇഷ്ടമുള്ള ആൾക്കാരെ ചുരുക്കി പറഞ്ഞ അടിക്കണം തോന്നുന്ന ആരെയാണ്? വൈബൊക്കെ പിന്നീടാവട്ടെ. വൈബ് കാണട്ടെ. അല്ല, ഞാനിരിക്കൂല. ഞാൻ അടിക്കാൻ വിഷ്ണു. ചേച്ചിയുടെ ലെറ്റർ ഇതാണ്, അക്ഷരം ഇതാണ്. പേര് രാജി. സ്ഥലം സ്ഥലം രാജധാനി. സ്പോർട്സാ? ഭക്ഷണോ? അയ്യോ, രാവിലെ എന്താ ഫുഡ് ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ. രസം ഉണ്ടായിരുന്നല്ലോ.
ഇഷ്ടമുള്ള സിനിമ പേര് ശരീരം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട നടൻ നടനോ? രതീഷ്. നടി നടി രേഖ. എത്ര അടി കിട്ടി ചേച്ചി? കൊറേ കിട്ടി, രണ്ടെണ്ണം ശരിയാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അടിയായിരുന്നു. ചേച്ചി ഇത് നോക്കി വെച്ചോ, ആ ചെവി നുള്ളിക്കോ. നുള്ളി നിന്റെ അവസാനം. എനിക്ക് പിന്നെ അതിൽ താമസിക്കാൻ ഇരുത്തിയാലോ? എന്റെ ടീമിൽ നിന്ന് ആഗ്രഹം മത്സരിക്കും വീരോടും വാശിയോടുള്ള മർദ്ദനമാണ് ഏൽക്കാൻ പോകുന്നത്. ശരി, അക്ഷരം പേര് നൈന സ്ഥലം നാഗ്പൂർ ഭക്ഷണം നാഗാലാൻഡ് നെല്ലിക്ക 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 ഭക്ഷണം നാഗാലാൻഡ്. പറഞ്ഞായിട്ട് അടിച്ച് തിരിച്ചടിക്കാം തല്ലിക്കോ ഇല്ല നിനക്കില്ല. ഒരു പാട്ട് നന്ദലാല ജയ് നന്ദലാല മതി. ഒരു രാഷ്ട്രീയ നേതാവ് നെപ്പോളിയൻ ഒരു എഴുത്തുകാരൻ നന്ദഗോപാൽ മാരാർ മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ചേച്ചിക്ക് മതിയായോ? മതിയോ? ഓ, ചതച്ചതും പോലെ പിന്നെ കൊടയും കൂടെ മോനെ പോയിരടാ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിന് ഫലം നമുക്ക് കിട്ടും. ദീപം വാ. ദീപന് ഉള്ള അക്ഷരം ഇതാണ്. പേര് പേര് ലാലി. ഓക്കേ, ഓക്കേ. സ്ഥലം അടി. ഭക്ഷണം ലഡ്ഡു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര്. രാഷ്ട്രീയ നേതാവിന്റെ പേര്. പോയി ലംബോദരൻ. ഒരു പാട്ട് പാടിക്കോ. സിനിമ പേര് ലങ്ക. സിനിമാ നടിയുടെ പേര് ലാവണ്യ എന്നോട് അഭിനയിക്കുന്നു. സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലം ലങ്ക. ഓ, മൊത്തം അങ്ങനെ ശ്രീലങ്ക അല്ലേ? ഏത്? ശ്രീലങ്ക അല്ലേ? എനിക്ക് രാമന്റെ ലങ്ക. ലാവനല്ലേ? അങ്ങനെ ഒരു സ്ഥലമൊന്നും ഇല്ല. ഏത്? ശ്രീലങ്കയുള്ളൂ. എന്നാ പിടിച്ചോളൂ. ഇഷ്ടപ്പെട്ട പൂവ്. മിന്നിപ്പൂ. ലില്ലിപ്പൂ. ഋഷി സ്ഥലം ഋഷികേശ്. ഓക്കെ. എന്നാ ഭക്ഷണം. ഭക്ഷണം അടി. റിസോർട്ടോ. ഇവിടെ ഡിഷ് ഉണ്ടാക്കുമ്പോ ഇടുന്ന പേര് റിസോർട്ടോ ഉണ്ട്. ഓക്കെ. ഉണ്ട്. ഇഷ്ടപ്പെട്ട മഹത് വ്യക്തി. ഇതെന്താ അടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ. മഹത് വ്യക്തി. ഋഷിരാജ് സിംഗ്. ഓക്കെ. ഒരു രാഷ്ട്രീയക്കാരൻ. അടി. അടിക്കാൻ മറന്നു. ജീവി രാഷ്ട്രീയക്കാരൻ പറയട്ടെ. ഇല്ല അപ്പൊ ഇല്ല പാസ് പറഞ്ഞു. ഒരു ജീവി. അടി. കൊടുത്തോ? ഒരു പാട്ട്. ഋതുഭേദ ഋതുഭേദ കൽപ്പന ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ ഇതിലേത് ടീമാണ് ഇഷ്ടപ്പെട്ടത്? ഓ ബെസ്റ്റ് ഒരു പെർഫോമറെ കൊടുത്ത് ഒരാള്. ഒരു പെർഫോമർ. ടീമിനെ പറഞ്ഞത് ഇതിനകത്ത് ആരാണ്? അതാ എന്നാലും കൊരങ്ങച്ചിന് കൊടുക്കാം. വിഷ്ണു.
യെസ് കൊടുത്തു. സ്നേഹ അപ്പൊ ഫേസ് അങ്ങനെ പിടിച്ചു. അല്ല സത്യം ഞാൻ സൂപ്പറായിരുന്നു എന്റെ ടീമിനെ കൂടി ക്ഷണിച്ചു ഓ, കൊടുത്തു. ആയിക്കോട്ടെ. കണ്ടാ ആദ്യമായിട്ട് സ്നേഹിച്ചു എന്നെ. അയ്യോ അങ്ങനെ വാ, കൊരങ്ങനെ പോലെ വാ. കണ്ട എപ്പോഴും വഴക്കൂടുമെങ്കിലും നിന്നോട് സ്നേഹമുണ്ട്. അതുണ്ട്, അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്താ നോക്കണേ? അപ്പോൾ ഫുഡ്സ് നൽകുന്ന സമ്മാനം എന്താ നമ്മുടെ വിഷ്ണുവിനും നാദർക്കും ലഭിച്ചിരിക്കുകയാണ്.